എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. എജ്യൂബസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന LP UP അസിസ്റ്റന്റ് പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് SSCRT പാഠപുസ്തകങ്ങളാണ്. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക നോട്ട്സ് പരമ്പരയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ പോയിന്റുകളും വളരെ ലളിതമായി ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. പാഠപുസ്തകങ്ങൾ മുഴുവൻ വായിച്ച് സമയം കളയാതെ കൃത്യമായി പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം കോർത്തിണക്കിയാണ് ഈ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ പാഠം പീലിയുടെ ഗ്രാമം എന്നതാണ്. ആ പാഠഭാഗത്തിൽ നമുക്ക് കൂടുതൽ നോട്ട്സുകളൊന്നും തയ്യാറാക്കാനില്ല. പാഠഭാഗത്തിന്റെ തുടക്കത്തില് നീനു, അപ്പു, വിക്കി, ചമേലി എന്നീ 4 കൂട്ടുകാർ ചേർന്ന് സഹപാഠിയായ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകാനുള്ള യാത്രയ്ക്ക് തയ്യാറാകുന്നതും യാത്രയ്ക്ക് മുൻപ് അവർ പരസ്പരം പരിചയപ്പെടുത്തുന്നതും തുടർന്ന് കുട്ടികൾ തങ്ങളുടെ വ്യക്തിഗത പ്രൊഫൈല്, വ്യക്തിഗത വിവരങ്ങൾ തയ്യാറാക്കുന്നതുമൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പു പരിചയപ്പെടുത്തുമ്പോൾ എന്റെ വീട് നഗരത്തിലെ ഒരു ചേരിയിലാണെന്ന് പറയുന്നുണ്ട്. എന്താണ് ചേരി പ്രദേശം? നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ടീച്ചർ ടെക്സ്റ്റ് കൂടി ചർച്ച ചെയ്തു പോകാം. ടീച്ചർ ടെക്സ്റ്റില് ചേരി എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. വളരെ ജനസാന്ദ്രതയുള്ളതും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും ദാരിദ്ര്യവും നിലനിൽക്കുന്നതുമായ നഗരപ്രദേശങ്ങളെയാണ് ചേരി എന്ന് വിളിക്കുന്നത്. എന്താണ്? വളരെ ജനസാന്ദ്രതയുള്ളതും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും ദാരിദ്ര്യവും നിലനിൽക്കുന്നതുമായ നഗരപ്രദേശങ്ങളെയാണ് ചേരി എന്ന് വിളിക്കുന്നത്. സാമൂഹികവും സാമ്പത്തികവുമായ പിന്നാക്കാവസ്ഥയും സുരക്ഷിതത്വമില്ലാത്ത വീടുകളും തൊഴിലില്ലായ്മയും ശുചിത്വക്കുറവും ചേരി പ്രദേശങ്ങളിലെ പ്രധാന പ്രശ്നങ്ങളാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ചന്തകളെ കുറിച്ച് ഈ പാഠഭാഗത്ത് പറയുന്നുണ്ട്. ഗ്രാമവാസികൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളാണ് പീലിയുടെ ഗ്രാമത്തിലെ ചന്തയിൽ കാണുന്നത്. ആഴ്ച ചന്തകളിൽ വന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും അവർ ഉണ്ടാക്കിയവ വിൽക്കുന്നതും. ടീച്ചർ ടെക്സ്റ്റില് ഈ പാഠഭാഗത്ത് വിപണി, ആഴ്ച ചന്തകൾ, വാരാന്ത ചന്തകൾ, അന്തിച്ചന്തകൾ എന്നിവയെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി നോക്കാം. നമുക്കറിയാം, വിപണിയില് കച്ചവടക്കാർ പരസ്പരം മത്സരിച്ചോ വിലപേശലിലൂടെയൊക്കെയാണ് കച്ചവടം നടത്തുന്നത്. ഉൽപാദകരിൽ നിന്നും മൊത്ത കച്ചവടക്കാരിൽ നിന്നും ചില്ലറ വ്യാപാരികളിലൂടെ ഉപഭോക്താക്കളിലേക്ക് സാധനങ്ങൾ എത്തുന്ന വലിയൊരു ശൃംഖല വിപണികളിലൂടെയാണ് നമുക്ക് സാധ്യമാകുന്നത്. ചരക്കുകൾ, സാധനങ്ങൾ, കന്നുകാലികൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ആളുകൾ പതിവായി ഒത്തുചേരുന്ന ഇടമാണ് വിപണികൾ എന്ന് പറയുന്നത്. സവിശേഷ സാംസ്കാരികതയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങളായാണ് വിപണിയെ സമൂഹ ശാസ്ത്രജ്ഞർ കാണുന്നത്. ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക വഴി സമൂഹത്തില് സാധന സേവനങ്ങളുടെ വിതരണവും ലഭ്യതയും ഉറപ്പുവരുത്തുന്നത് വിപണികളാണ്. എന്നാൽ ഇന്ന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ ഒരു വിപണി നിലനിൽക്കാൻ കച്ചവടക്കാർ ഒരേ സ്ഥലത്ത് നേരിട്ട് ഒത്തുകൂടണമെന്ന് നിർബന്ധമില്ല. ഉദാഹരണത്തിന് ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഉപഭോക്താവും വ്യാപാരി നേരിട്ട് കാണാതെ തന്നെ നമുക്ക് വ്യാപാരം സാധ്യമാക്കി തരുന്ന വെർച്വൽ വിപണികളാണ്. ആഴ്ചച്ചന്തകൾ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനും സ്വന്തം ഗ്രാമങ്ങളിൽ ലഭിക്കാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും എത്തുന്ന അടുത്തടുത്ത ഗ്രാമങ്ങളിലെ ആളുകളെ ആഴ്ചച്ചന്തകൾ ഒന്നിച്ചു ചേർക്കുന്നു. ആഴ്ചയിൽ 1-2 ദിവസങ്ങളിലാണ് ആഴ്ചച്ചന്തകൾ ഉണ്ടാകുന്നത്. അടുത്ത നോക്കിയേ, വാരാന്ത വിപണികൾ. വിപുലമായ കുടിയേറ്റം നടന്നിട്ടുള്ള, ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അഭാവമുള്ള, സമ്പദ് വ്യവസ്ഥ വികസിച്ചിട്ടില്ലാത്ത മലം പ്രദേശങ്ങളിലാണ്, പ്രത്യേകിച്ച് ഗോത്രജന വിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത് കാണുന്നത്. സാധനങ്ങളുടെ ക്രയവിക്രയത്തിന്റെയും സാമൂഹിക വ്യവഹാരങ്ങളുടെയും മുഖ്യ സ്ഥാപനങ്ങളാണിവ. തദ്ദേശവാസികൾ തങ്ങളുടെ കാർഷിക വനവിഭവങ്ങളുടെ വിൽപ്പനയ്ക്കായി വ്യാപാരികളെ സമീപിക്കുകയും അവിടെ നിന്ന് അവർ അവശ്യ വസ്തുക്കൾ വാങ്ങുകയും ചെയ്യുന്നു. അടുത്തത് അന്തിച്ചന്തകൾ. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ തെരുവുകളിൽ സജീവമാകുന്ന താൽക്കാലിക വിപണികളാണ് അന്തിച്ചന്തകൾ എന്ന് പറയുന്നത്. ഇത്രയുമാണ് പീലിയുടെ ഗ്രാമമായ 1ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. ഭക്ഷണവും മനുഷ്യരും എന്നതാണ് 2ാമത്തെ അധ്യായം. ഈ അധ്യായത്തിൽ ആദിമ മനുഷ്യരുടെ ഭക്ഷണത്തിന്റെ ചരിത്രം, ഭക്ഷണത്തിന്റെ രീതികള്, കൃഷിയുടെ ഉത്ഭവം, കന്നുകാലി വളർത്തൽ, ഭക്ഷണ സംസ്കാരത്തിലെ മാറ്റങ്ങൾ ഇവയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇനി നമുക്ക് ആ പാഠഭാഗത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം? വായു, ജലം, ആഹാരം, വസ്ത്രം, പാർപ്പിടം.
വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും ആദിമ മനുഷ്യർക്ക് ലഭിച്ചിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ എന്തെല്ലാമായിരിക്കും? കായ്കനികൾ, വേരുകളും കിഴങ്ങുകളും, മൃഗങ്ങളുടെയും പക്ഷികളുടെയും മാംസം, ഭക്ഷ്യയോഗ്യമായ ഇലകളും തണ്ടുകളും, മത്സ്യങ്ങൾ തുടങ്ങിയവ. എങ്ങനെയെല്ലാം തീ ഉണ്ടാകുമെന്നാണ് ആദിമ മനുഷ്യർ മനസ്സിലാക്കിയത്? ഉണക്കമരം പാറയിൽ ഉരച്ചോ, കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ? മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗം ഏത്? നായ. ഭക്ഷണ ആവശ്യത്തിനായി ആദിമ മനുഷ്യർ ആദ്യം ഇണക്കി വളർത്തിയ മൃഗങ്ങൾ ഏതാണ്? ആട്, ചെമ്മരിയാട്. സ്ഥിരവാസത്തിന് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്താൻ മനുഷ്യനെ സഹായിച്ച പ്രധാന ഘടകം ഏത്? കൃഷി. ആദ്യകാല മനുഷ്യർ എന്തൊക്കെ വിളകളാണ് ആദ്യം കൃഷി ചെയ്തത്? ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ. മനുഷ്യർ ഒരിടത്ത് തന്നെ സ്ഥിരമായി താമസിക്കാൻ തുടങ്ങിയതിനെ പറയുന്ന പേരെന്ത്? സ്ഥിരവാസം, സെറ്റിൽഡ് ലൈഫ്. ആദ്യകാല കാർഷികോപകരണങ്ങൾ ഏതെല്ലാം? കമ്പ്, കല്ല്, കൊമ്പ്, എല്ല്. മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകമായി. ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനും ആഹാരം പാകം ചെയ്യാനുമായി ആദിമ മനുഷ്യർ ഉണ്ടാക്കിയ പ്രധാന ഉപകരണം ഏത്? മൺപാത്രങ്ങൾ. മൺപാത്രങ്ങളുടെ നിർമ്മാണത്തെയും ഗതാഗതത്തെയും വേഗത്തിലാക്കാൻ സഹായിച്ച ആദിമ മനുഷ്യന്റെ പ്രധാന കണ്ടുപിടുത്തം ഏതാണ്? ചക്രം. സിന്ധു നദീതട സംസ്കാര കാലത്ത് ധാന്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനായി നിർമ്മിച്ചിരിക്കുന്ന സംഭരണിയുടെ പേര് ധാന്യപ്പുര. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരം ഏത്? സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. സിന്ധു നദീതട സംസ്കാര കാലത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു? കൃഷി. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സൂചിപ്പിക്കുന്ന കൃതികൾ ഏത്? സംഘകാല കൃതികൾ. നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്ന രീതിക്ക് പറയുന്ന പേര് ബാർട്ടർ സമ്പ്രദായം. കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് എന്താണ് കൈമാറ്റം ചെയ്തത്? ഉണക്ക മത്സ്യവും ഉപ്പും. വനപ്രദേശങ്ങളിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് എന്താണ് കൈമാറ്റം ചെയ്തത്? വനവിഭവങ്ങൾ. സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് എന്താണ് കൈമാറ്റം ചെയ്തത്? കാർഷികോൽപ്പന്നങ്ങൾ. പ്രാചീന കാലം മുതൽ ഏതെല്ലാം വിദൂര ദേശങ്ങളുമായാണ് ഇന്ത്യക്ക് സാധനങ്ങളുടെ കൈമാറ്റം നിലനിന്നിരുന്നത്? റോമാക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ. ഇന്ത്യയിൽ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ട സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതെല്ലാം? കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട, ജാതിക്ക. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? കുരുമുളക്. ഭക്ഷ്യവസ്തുക്കൾ, ജന്മദേശം. പേരയ്ക്ക മെക്സിക്കോ, പപ്പായ അമേരിക്ക, കൈതച്ചക്ക ബ്രസീൽ, കശുവണ്ടി ബ്രസീൽ, മരച്ചീനി ബ്രസീൽ, ഉരുളക്കിഴങ്ങ് പെറു, കുരുമുളക് ഇന്ത്യ, റബ്ബർ ബ്രസീൽ, ഇഞ്ചി ഇന്ത്യ, ഗോതമ്പ് തുർക്കി. മിശ്രഭോജനത്തിന് നേതൃത്വം നൽകിയത് ആര്? സഹോദരൻ അയ്യപ്പൻ. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക അസമത്വത്തിന് കാരണം എന്തായിരുന്നു? ജാതി വ്യവസ്ഥ. ബംഗാളിൽ കടുത്ത ഭക്ഷ്യക്ഷാമമുണ്ടായ വർഷം 1943. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം 2013. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക. 1943 ക്ഷാമകാലത്ത് ബംഗാളിലെ ഭക്ഷ്യപ്രതിസന്ധിക്ക് കാരണമായ പ്രകൃതി ദുരന്തം ഏതാണ്? ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റ്. ഇന്ത്യയിൽ 2013 നിലവിൽ വന്ന ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക. സഹോദരൻ അയ്യപ്പൻ വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചത് എന്ന്? 1917 മെയ് 29. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമാക്കി 1998 കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ ആരംഭിച്ച പദ്ധതി ഏത്? കുടുംബശ്രീ മിഷൻ. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തിയത് എവിടെ? എറണാകുളം ജില്ലയിലെ ചെറായി. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന പഴം ഏത്? പേരയ്ക്ക. ഇനി നമുക്ക് 2-ാം അധ്യായത്തില് ടീച്ചേഴ്സ് ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം.
ദക്ഷിണേന്ത്യയിൽ സംഘകാലം നിലനിന്നിരുന്ന കാലഘട്ടം എന്ന്? BCE 3-ാം നൂറ്റാണ്ടിനും CE 3-ാം നൂറ്റാണ്ടിനും ഇടയിൽ. പ്രാചീന തമിഴകത്തെ സാമൂഹിക ജീവിതം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുണ്ടായിരുന്നത് തിണകൾക്ക്. എന്തനുസരിച്ചാണ് തിണകൾ രൂപപ്പെട്ടത്? ഭൂപ്രകൃതി. ആന്ധ്രാപ്രദേശിലെ വെങ്കട് മലനിരകളിൽ നിന്ന് തുടങ്ങി തെക്ക് കന്യാകുമാരി വരെയും കേരളവും കർണാടകയും ആന്ധ്രാപ്രദേശിലെ തെക്കൻ ഭാഗങ്ങളും ഉൾപ്പെട്ടിരുന്ന വിശാലമായ പ്രദേശമാണ് പ്രാചീന തമിഴകം. ഭൂപ്രകൃതിയുടെയും തൊഴിലിന്റെയും അടിസ്ഥാനത്തിൽ പ്രാചീന തമിഴകത്തെ 5 തിണകളായി തിരിച്ചിരുന്നു. അവിടുത്തെ ഭൂപ്രകൃതിക്കനുസരിച്ചാണ് ഓരോ തിണയിലെയും മനുഷ്യരുടെ ജീവിത രീതികൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. പ്രാചീന തമിഴകത്തെ ഭൂപ്രകൃതിയുടെയും തൊഴിലിന്റെയും അടിസ്ഥാനത്തിൽ 5 തിണയായി തിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. ഓരോ മനുഷ്യരുടെ ജീവിത രീതികൾ അവിടുത്തെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ തിണയിലെയും ഭൂപ്രകൃതി എന്തായിരുന്നു, അവരുടെ ഉപജീവന മാർഗങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. കുറിഞ്ചി കാടും മലയും നിറഞ്ഞ പ്രദേശമാണ്. വേട്ടയാടൽ, വനവിഭവങ്ങളുടെ ശേഖരണം എന്നിവയായിരുന്നു അവരുടെ ഉപജീവന മാർഗങ്ങൾ. മുല്ലൈ പുൽമേടുകളാണ്. കന്നുകാലി വളർത്തലായിരുന്നു ഉപജീവന മാർഗം. പാലൈ വരണ്ട പ്രദേശങ്ങളാണ്. കന്നുകാലി കവർച്ചയായിരുന്നു അവരുടെ ഉപജീവന മാർഗം. അതായത് അയൽ നാടുകളിൽ നിന്ന് കന്നുകാലികളെ കവർന്നു കൊണ്ടുവരിക എന്നതായിരുന്നു അവർ ചെയ്തിരുന്നത്. കൂടാതെ തങ്ങളുടെ പ്രദേശത്തു കൂടി കടന്നു പോകുന്ന യാത്രക്കാരെയും കച്ചവടക്കാരെയും കൊള്ളയടിക്കുന്നതും ഇവരുടെ ഒരു പ്രധാന ജീവന മാർഗമായിരുന്നു. നായാട്ടും അവർ ഒരു ഉപജീവന മാർഗമായി കണ്ടിരുന്നു. മരുതം ചതുപ്പ് പ്രദേശം, വയൽ പ്രദേശമായിരുന്നു അത്. അവിടെ കൃഷിയായിരുന്നു ഉപജീവന മാർഗം. നെയ്തൽ തീരപ്രദേശമാണ്. അവിടെ മീൻ പിടിക്കൽ, ഉപ്പുണ്ടാക്കൽ എന്നിവ ഉപജീവന മാർഗമായി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സുഗന്ധവ്യഞ്ജനങ്ങളെ കുറിച്ചാണ്. കുരുമുളക് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. ജന്മദേശം ദക്ഷിണേന്ത്യ. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. കുരുമുളകിന് എരിവ് നൽകുന്നത് പൈപ്പറിൻ എന്ന ഘടകമാണ്. അന്തർദേശീയ വിപണിയിൽ 1-ാം സ്ഥാനമുള്ള സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. കറുവപ്പട്ട ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കറുവപ്പട്ട മരങ്ങളുടെ കൃഷിത്തോട്ടമുള്ള സംസ്ഥാനം കേരളമാണ്. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് ഈ പുരാതന കറുവത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ഏലം സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നു. ജന്മദേശം ഇന്തോനേഷ്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം. കേരളത്തിലും ആസാമിലും ധാരാളമായി കൃഷി ചെയ്തു വരുന്നു. ജാതിക്ക ഔഷധ ഗുണം നിറഞ്ഞ ഒരു സുഗന്ധവ്യഞ്ജനമാണ് ജാതിക്ക. കേരളത്തിലെ പശ്ചിമഘട്ടത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാതിമരം സമൃദ്ധിയായി വളരുന്നു. ഗ്രാമ്പു കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് പ്രധാനമായും ഗ്രാമ്പു കൃഷി ചെയ്യുന്നത്. ഗ്രാമ്പുവിന്റെ പൂമൊട്ടുകൾ ഉണക്കിയെടുത്താണ് ഉപയോഗിക്കുന്നത്. അന്തർദേശീയ വിപണിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള 2ാമത്തെ സുഗന്ധവ്യഞ്ജനമാണ് ഗ്രാമ്പു. ആദ്യമായി ഗ്രാമ്പു സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിച്ചു തുടങ്ങിയത് ചൈനക്കാരാണ്. പ്രോട്ടീൻ, ഇരുമ്പ്, കൊഴുപ്പ്, അന്നജം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ഗ്രാമ്പൂവിൽ അടങ്ങിയിട്ടുണ്ട്. ഇഞ്ചി ജന്മദേശം ഇന്ത്യയോ മലേഷ്യയോ ആണെന്ന് കരുതപ്പെടുന്നു. പ്രധാനമായും ഇഞ്ചി കൃഷി ചെയ്യുന്നത് ഏഷ്യയിലാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇഞ്ചിയുടെ പകുതിയിലേറെയും കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. കച്ചവടത്തിന്റെ വ്യാപനത്തോടെ വിദൂര ദേശങ്ങളിലെ വിവിധ തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിച്ചേർന്നു. അങ്ങനെ യൂറോപ്യരുടെ വരവോടെ ഇന്ത്യയിലേക്ക് എത്തിയ ഭക്ഷ്യവസ്തുക്കളെ കുറിച്ചാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. കശുവണ്ടി ജന്മദേശം ബ്രസീൽ. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കശുവണ്ടി പ്രചരിപ്പിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുമാവ് കൃഷി ചെയ്യുന്നത് കണ്ണൂരാണ്. എന്നാൽ കൊല്ലം ജില്ലയിലാണ് കശുവണ്ടിയിൽ അധിഷ്ഠിതമായ വ്യവസായങ്ങൾ കൂടുതലുള്ളത്. കാൽസ്യം, നാരുകൾ, ഇരുമ്പ്, മഗ്നീഷ്യം എന്നിവ ധാരാളമായി കശുവണ്ടി പരിപ്പിൽ അടങ്ങിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ജന്മദേശം പെറു. അമേരിക്ക, മെക്സിക്കോ, ചിലി തുടങ്ങിയ രാജ്യങ്ങളിലെ മലമ്പ്രദേശങ്ങളിലാണ് ഉരുളക്കിഴങ്ങ് ചെടികളെ ആദ്യമായി കണ്ടത്. പ്രോട്ടീൻ, അന്നജം എന്നിവ ധാരാളമായി അടങ്ങിയ ഭക്ഷ്യവസ്തുവാണ്. പേരയ്ക്ക ജന്മദേശം മെക്സിക്കോ. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നു. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ എത്തിച്ചത്. വിറ്റാമിൻ എ, ബി, സി എന്നിവ അടങ്ങിയിരിക്കുന്നു. മരച്ചീനി ഇന്ത്യ, ഇന്തോനേഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക തുടങ്ങിയ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും കൃഷി ചെയ്യപ്പെടുന്ന ഒരു ഹ്രസ്വകാല വിളയാണ് മരച്ചീനി. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ മഹാരാജാവിന്റെ ഭരണകാലത്താണ് കേരളത്തിൽ മരച്ചീനി പ്രചരിച്ചത്. 2ാം ലോക മഹായുദ്ധ കാലത്തുണ്ടായ ഭക്ഷ്യക്ഷാമത്തിൽ നിന്നും കേരളത്തെ രക്ഷിച്ചത് മരച്ചീനിയായിരുന്നു.
ശ്രീ വിശാഖം തിരുനാളിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി തിരുവനന്തപുരത്തെ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ആദ്യമായി വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനിക്ക് ശ്രീ വിശാഖം എന്ന പേര് നൽകി. പപ്പായ. ജന്മദേശം അമേരിക്ക. ഇരുമ്പ്, കാൽസ്യം, വിറ്റാമിൻ എ, ബി, സി എന്നിവ പപ്പായയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇന്ന് മിക്ക ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും പപ്പായ കൃഷി ചെയ്തു വരുന്നു. കൈതച്ചക്ക. ഹരിത കിരീടം വെച്ച് രാജകീയ പ്രൗഢിയോടെ നിൽക്കുന്ന ഫലമാണ് കൈതച്ചക്ക. ജന്മദേശം ബ്രസീൽ. സ്വർഗീയ ഫലമെന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയിൽ കൈതച്ചക്ക പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ഫിലിപ്പീൻസിൽ ഇതിന്റെ ഇലകൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിച്ചു വരുന്നു. ദഹനത്തിന് വളരെ അനുയോജ്യമായ ഫലമാണ് കൈതച്ചക്ക. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. പാഠഭാഗം മുഴുവനായും ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നോട്ട്സ് നിങ്ങളുടെ പഠനത്തെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റു പാഠവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക്